ഇതിനിടയിൽ രാവിലെ റിപ്പോർട്ടറിലൂടെയൊക്കെ ഈ പ്രതികരണങ്ങൾ വന്നതിന് പിന്നാലെ അനുനയ നീക്കങ്ങൾ സജീവമാക്കിയിരുന്നു സിപിഐ നേതൃത്വം. പക്ഷേ സി മുകുന്ദൻ ഒരു തരത്തിലുള്ള അനുനയത്തിനും വഴങ്ങില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഗീതാ ഗോപിയെ മാറ്റില്ലെന്ന് നേരത്തെ തന്നെ ബിനോയ് വിശ്വം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പാർട്ടി സെക്രട്ടറി എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാം. ഞങ്ങൾ മോന്തനെ ഒരിക്കലും ശത്രുവായിട്ട് കാണില്ല. മോന്തന് പറയാനുള്ള ഏത് കാര്യവും പാർട്ടി കേൾക്കും, സഹാവിനെ പോലെ കേൾക്കും. അതിന് പരിഹാരമുണ്ടാക്കാൻ പാർട്ടിക്ക് എല്ലാ മാർഗവും സ്വീകരിക്കാൻ പറ്റും. ഒരിക്കലും ഞങ്ങൾ മോന്തനെ ഒരു ശത്രുവായിട്ടോ മറുഭാഗത്തെ ആളായിട്ടോ കാണില്ല. എല്ലാ തലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മോന്തനെ കാണാനും കേൾക്കാനും സംസാരിക്കാനും ഒരുക്കമായിരിക്കും. എല്ലാ തലങ്ങളിലും അതൊക്കെ പാർട്ടിക്ക് വിട്ടുവരിക. അതൊന്നും ഉണ്ടാവില്ല. ഞങ്ങളെ മോദിനോട് സംസാരിച്ചോളാം. ഒരു പേയ്മെന്റ് സീറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉണ്ടാവുകയില്ല. പാർട്ടി ഏൽപ്പിച്ച ചുമതല നിർവഹിക്കലാണ് ഇപ്പോൾ ലക്ഷ്യമെന്നും മറ്റൊന്നും തനിക്ക് അറിയില്ല എന്നുമായിരുന്നു ഗീതാ ഗോപിയുടെ പ്രതികരണം. എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഏൽപ്പിച്ച ചുമതല നിർവഹിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം. ബാക്കിയുള്ള പരാമർശങ്ങളൊന്നും എന്നെ ബാധിക്കുന്നതല്ല. 2 തവണ എന്നെ നെഞ്ചിലേറ്റിയതാണ് നാട്ടിയുടെ ജനം. ആ ജനങ്ങൾക്കറിയാം 10 വർഷം എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. ആ മാറ്റങ്ങൾ അവരോർത്തുകൊണ്ട് എന്നെ വീണ്ടും സ്വീകരിക്കുമെന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്. അതിനെൻ്റെ പാർട്ടി കൂടെ ഉണ്ട്. നാളെ പാർട്ടി DC ഉണ്ട്. DC ശേഷം നമുക്കവിടെ വെച്ചിട്ടാണ്. രണ്ടും കൽപ്പിച്ചിട്ട് സി മുകുന്ദൻ ഇറങ്ങുമ്പോൾ എങ്ങനെയാകും സിപിഐയുടെ പ്രതിരോധം? അനുനയ നീക്കത്തിന്റെ സാധ്യതകൾ പൂർണ്ണമായി അടഞ്ഞിരിക്കുകയാണോ റഹീസ് റഷീദ്? വിനീത, സിപിഐ ഇപ്പോഴും പ്രതീക്ഷ നേതൃത്വം പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള സാധ്യതകൾ തീരെ കുറവാണ്. കുറെ നാളുകളായി മുകുന്ദനും പാർട്ടിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒരു ദിവസം ഇവിടെ ML സ്മാരകത്തിൽ വന്ന് ബിനോയ് വിശ്വവുമായി ചർച്ച ചെയ്ത് അത് പരിഹരിച്ചു. ഇപ്പോൾ മുകുന്ദന്റെ മുമ്പിൽ 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, ഒറ്റത്തവണ മത്സരിച്ച 2 പേരെ മാത്രമേ പാർട്ടി മാറ്റിയിട്ടുള്ളൂ. തൃശൂരിൽ നിന്ന് ബാലചന്ദ്രനെ മാറ്റി, സി മുകുന്ദനെ നാട്ടികയിൽ നിന്ന് മാറ്റി. ബാലചന്ദ്രൻ പാർട്ടിയോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് മാറ്റിയത് എന്ന് അദ്ദേഹവും പാർട്ടിയും പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തന്നെ മോശക്കാരനാക്കുന്നതിന് വേണ്ടി മാറ്റി എന്നതാണ് ഒരു പ്രശ്നം. മറ്റൊന്ന്, തന്നെ മാറ്റി കൊണ്ടുവരുന്നത് ടേം വ്യവസ്ഥയിൽ ഇളവ് കൊടുത്ത് ഈ ഗീതാ ഗോപിയാണ്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അദ്ദേഹം ഇത് വ്യക്തിപരമായ പ്രശ്നം പാർട്ടിയുമായുള്ള പ്രശ്നത്തിനപ്പുറമായി ഇതിനെ എടുത്തു. അതുകൊണ്ടാണ്, ഇത് കൃത്യമായി അറിയുന്നത് കൊണ്ടാണ് ബിനോയ് വിശ്വം അനുനയത്തിനുള്ള വാതിൽ തുറന്നിടുമ്പോൾ പോലും ഗീതാ ഗോപിയെ മാറ്റിക്കൊണ്ടുള്ള ഒരു തീരുമാനം പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് പറയുന്നത്. അതായത് ഈ നാട്ടിക MLA ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടായപ്പോൾ പാർട്ടി അത് പൂർണ്ണമായും തള്ളുന്നു എന്ന പ്രതീതി കൊടുക്കാതെ ഞങ്ങൾ പരമാവധി പറ്റുന്ന രീതിയിൽ അനുനയം നടത്തി എന്ന രീതിയാണ് CPM എടുത്തത്. അതിനുവേണ്ടി 4 പേരെ ചുമതലപ്പെടുത്തി. സെക്രട്ടേറിയറ്റ് അംഗമായ KK വത്സരാജിനെയും K രാജനെയും ഒപ്പം KP രാജേന്ദ്രനെയും VS സുനിൽകുമാറിനെയുമാണ് സംസ്ഥാന നേതൃത്വം മുകുന്ദനുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയത്. പലവട്ടം സംസാരം നടന്നു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അതൊന്നും പോസിറ്റീവ് അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് മുകുന്ദൻ പുറത്തേക്ക് തന്നെ എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വിനിത, ശരി, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.